കുഞ്ഞു പ്ലാവുണ്ട് ചെറുത്, അതിൽ നിന്ന് ഒരിക്കൽ എടുത്തായിരുന്നു മുമ്പൊരിക്കൽ. ഇപ്പോൾ 1-2 ചക്ക നിപ്പുണ്ട്. ഇതിന്നൊരു ചക്ക, പക്ഷെ ഇങ്ങനെ ഇന്നൊരിത് വിളഞ്ഞ ചക്കയാ, ഇത്രയേ ഉള്ളൂ സംഭവം. രണ്ടെണ്ണം, ഒരു 2 കൂടെ നിപ്പുണ്ട്. കുറെ കാഴ്ചയായിരുന്നു. മേളിൽ 2-3 മൂടുണ്ട്, 3 മൂടുണ്ട്. ഇതിലും ചക്കയുണ്ട്. ഇനി ഇച്ചിരി കരിയേപ്പലയും കൂടി എടുക്കാം. ചക്ക വേവിക്കുമ്പോൾ കരിയേപ്പല വേണം. ഇതൊക്കെ ഞങ്ങൾ വന്നതിന് ശേഷം നട്ടതാ പച്ചക്കറി. ഞങ്ങളിവിടെ വന്നതിന് ശേഷം കാന്താരിയും പിന്നെ പച്ചമുളകും ഈ പാവലൊക്കെ തനിയെ ഇവിടെ നിൽക്കുന്ന പാവലൊക്കെ തനിയെ കിളിച്ചതാണ്. നമ്മളൊന്നും നട്ടതൊന്നുമല്ല, ഇതൊക്കെ തനിയെ കിളിച്ച് വന്നതാണ്. കാന്താരിയൊക്കെ ഞാൻ കൊണ്ട് നട്ടതാ. കാന്താരിയും പച്ചമുളകും ഒക്കെ ഞാൻ കൊണ്ട് നട്ടതാണ്. ഇതൊക്കെ മറ്റേതൊക്കെ തനിയെ കിളിച്ചതാണ്. ഒരു കരിവേപ്പിലയും കൂടെ എടുക്കാം. ചക്കയ്ക്ക് കരിവേപ്പില വേണമല്ലോ. ഞങ്ങൾ പാവലിന് ഇങ്ങനെ നെറ്റൊക്കെ അടിച്ചു കൊടുത്തായിരുന്നു. ഇങ്ങനെ മേളിൽ കണ്ടോ, നെറ്റടിച്ച് കെട്ടി, പിന്നെ ഇങ്ങനെ കമ്പും നെറ്റൊക്കെ അടിച്ചിട്ട് പാവലിന് ഇങ്ങനെ കമ്പ് ഊന്നിക്കൊടുക്കും. ഇനി ഇതിൽ പടന്ന് നെറ്റിലോട്ട് കയറിക്കോളും. ഞങ്ങൾ ചുമന്ന വഴുതലമെന്നും പറഞ്ഞുകൊണ്ട് വാങ്ങിച്ച് നട്ട വഴുതലമാണ്. പക്ഷെ ഇതിൽ വന്നത് വെള്ള വഴുതൽ. ചുമപ്പ് മാറി ഇപ്പൊ വെള്ളയായി. ഇതിലൊന്ന് വരുന്നുണ്ട്, ഇനി അതെന്തോ കളറാണെന്ന് അറിയത്തില്ല. ചുമന്ന വഴുതലമെന്ന് പറഞ്ഞ് അവര് തന്നത്. ഇത് നീലമുളകാണ് നട്ടക്കുന്നത്, നീലമുളക്. പക്ഷെ വന്നതേ ഉള്ളൂ, ഇതിൽ കായൊന്നും പിടിച്ചില്ല, പൂത്തില്ല, കാ വന്നില്ല. നീലമുളക് വരുമ്പോൾ ഞാൻ ഒരു വീഡിയോ എടുക്കാം. ഇത് 2-3 മൂടുണ്ട്. ഇവിടെ വന്നൊരു മൂടുണ്ട്, അപ്പുറത്തുണ്ട്. അതൊക്കെയാണ് നല്ല മണ്ണാ, അതുകൊണ്ട് നല്ലതായിട്ട് എല്ലാം കിളിച്ചോളൂന്നു. പിന്നെ ഞാൻ കറ്റാർ വാഴയൊക്കെ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നേ, ബക്കറ്റുകളിലും ഇതിലുമൊക്കെ വെച്ചിരുന്നേ കറ്റാർ വാഴ. അത് കുറേയൊക്കെ ഞാനിവിടെ ഇളക്കി, ഇവിടെ സ്ഥലമുള്ളതുകൊണ്ട് ഇളക്കി ഇങ്ങനെ എല്ലായിടവും നട്ടായത്, ഇളക്കി നട്ട് വെച്ച്. ഇനി മുളക് നടാൻ വേണ്ടി നല്ല ബക്കറ്റിൽ ഞാൻ വിത്തൊക്കെ എടുത്ത് കിളിപ്പിച്ച് വെച്ചിട്ടുണ്ട് മുളക് നടാൻ. ഇനി ഇത് കുറച്ച് ദിവസം കൂടെ, ഒരാഴ്ചയും കൂടെ കഴിയുമ്പോൾ ഇളക്കി നടാൻ വേണ്ടിയിട്ടാണ്. എന്താ നല്ലതായിട്ട് വരുമെന്ന് തോന്നുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാ. ഓക്കേ, ഇനി ചക്കയൊക്കെ വെട്ടിപ്പറിച്ച് നോക്കട്ടെ ഉണ്ടോന്ന്. പക്ഷെ ഇതിൻ്റെ ചകിണി ഒന്നും കളയണ്ട, നല്ലതായിട്ട് വെന്തോളൂ ഇതിൻ്റെ ചകിണിയും ഞാൻ മടലും എല്ലാം കൂടെ ഇട്ടാണ് വേവിക്കുന്നത്, അല്ലാതെ ഇതിലൊന്നും കാണത്തില്ലല്ലോ. അതുകൊണ്ട് ഇതൊക്കെ വെട്ടിപ്പറിച്ചെടുക്കുമ്പോൾ കാണിക്കാം. നമ്മൾ ചക്ക വെട്ടി നോക്കട്ടെ. വിളഞ്ഞു. എനിക്ക് ചക്ക വെട്ടായി എനിക്കറിയത്തേ ഇല്ല. 100 വെട്ട്.
നല്ലവണ്ണം വിളഞ്ഞില്ല, ചെറുതായിരുന്നാലും നല്ല വിളഞ്ഞ ചക്ക. എന്തോ ചക്ക വൃത്തിക്ക് വിളഞ്ഞു. മറ്റേ ചുളയുണ്ട്, നിറച്ച് ചുളയുണ്ട്. ആൾക്കാർ ഇത്രയുണ്ട്. കൂഞ്ഞും മടലും എല്ലാം കൂടി എടുത്തതാണ്. ഞാൻ ഈ മടലും കൂടി എടുക്കും. ചെറിയ ചക്കയല്ലേ, മടലൊക്കെ നല്ലവണ്ണം വേവും. നിങ്ങളൊക്കെ മടലെടുക്കുമെന്ന് അറിയത്തില്ല. ഞാൻ ഈ മുള്ളിനെ ഇങ്ങനെ ചെത്തിക്കളഞ്ഞിട്ട് ഇങ്ങനെ എടുക്കും. എന്നിട്ട് ഇതിനകത്തുള്ള കുരുവിനെ ഇങ്ങനെ പതുക്കെ ഇളക്കുമ്പോൾ അത് വരും. പക്ഷേ നമ്മൾ കുക്കറിലിട്ട് ഒരടി അടിക്കുമ്പം ഇതെല്ലാം നല്ലവണ്ണം വേവും. കണ്ടോ, ഇതിനരിഞ്ഞെടുത്താൽ മതി. ഈ ചക്കയൊക്കെ വേവിക്കും.